രാത്രിയിലാണ് കടലാമകൾ മുട്ട വിരിയിക്കുന്നത്. കടലാമ കുഞ്ഞുങ്ങൾ കരയിലാണ് ജനിച്ചു വീഴുന്നത്. അവയ്ക്ക് എത്രയും പെട്ടെന്ന് കടലിലേക്ക് എത്തണം. അതിന് പ്രകൃതി അവർക്ക് നൽകിയിട്ടുള്ള കുറുക്ക് വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രപ്രകാശം സമുദ്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ നോക്കി ആ ദിശയിലേക്ക് പോവുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് കടലാമകളുടെ ജീവിതശൈലി ഇതാണ്. വിരിഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾ കരയിൽ നിന്ന് കടലിലേക്ക് ചന്ദ്രപ്രകാശം സമുദ്രത്തിൽ തിളങ്ങുന്നത് കണ്ട് ആ ദിശയിലേക്ക് പോവുക. അത് ഇതുവരെ ഫലപ്രദമായിട്ട് നടന്നു പോകുന്നു. എന്നാൽ മനുഷ്യര് സമുദ്രതീരങ്ങളിൽ ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ചന്ദ്രനേക്കാൾ വലിയ പ്രകാശം ഹോട്ടലിന്റെ ലൈറ്റുകളിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വിരിഞ്ഞു വീഴുന്ന കടലാമ കുഞ്ഞുങ്ങൾ ഈ ഹോട്ടലിന്റെയും റിസോർട്ടുകളുടെയും ലൈറ്റുകൾ തേടി ആ ദിശയിലേക്ക് പോവുകയും അവ കടലിൽ നിന്ന് അകന്നുപോയി അപകടപ്പെടുകയും ചെയ്യുന്നു. കടലാമകൾക്ക് വലിയ രീതിയിൽ വംശനാശം സംഭവിക്കുന്നു. അതിൽ ഒരു പ്രധാന കാരണം നമ്മുടെ കടലോരങ്ങളിലെ ഇന്നത്തെ നമ്മുടെ വിനോദസഞ്ചാരമാണ്. വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് കടലാമകളെ അപകടപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കടലാമകളെ കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു തത്വജ്ഞാനം ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു വലിയ ഫിലോസഫി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ശാസ്ത്രവുമായിട്ടും നമ്മൾ ഇടപെടുന്ന മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും, ബ്രെയിൻ ഉള്ളതും ബ്രെയിൻ ഇല്ലാത്തതുമായിട്ടുള്ള ജീവികൾക്കെല്ലാം സത്യത്തെ കാണുക, സത്യത്തെ കാട്ടിക്കൊടുക്കുക പ്രവൃത്തിയല്ല പ്രകൃതി നൽകിയിട്ടുള്ളത്. കടലാമ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അവയ്ക്ക് കടൽ എന്താണ്, കര എന്താണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തിരിച്ചറിവിൽ നിന്ന് അവയ്ക്ക് തെറ്റുകൂടാതെ കടലിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിന് സമയമെടുക്കും. എന്താണ് കടലെന്നും എന്താണ് കരയെന്നും ഉള്ള മനസ്സിലാക്കുകളിന് ചിലപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ വേണ്ടി വരും. അത്രയും സമയമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കടലിലേക്ക് എത്തണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട്, ഒരു കുറുക്ക് വഴി വേണം. അങ്ങനെ ആമക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്ക് വഴിയാണ് ചന്ദ്രപ്രകാശം സമുദ്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിശയിലേക്ക് പോവുക എന്നുള്ളത്. അതുപോലെ എല്ലാ ജീവികൾക്കും ഷോർട്ട് കട്ടുകൾ നൽകിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. ആ ഷോർട്ട് കട്ടുകളിലൂടെ മാത്രമാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സത്യത്തെ അറിയാൻ പോയി കഴിഞ്ഞാൽ അതിജീവനം സാധ്യമാകാതെ വരും, സർവൈവൽ സാധ്യമാകാതെ വരും. ഈ തിയറിയെ യൂസ്ഫുൾനെസ് ബീറ്റ്സ് ട്രൂത്ത്, എന്താണോ ഉപയോഗപ്രദമായിട്ടുള്ളത് അത് സത്യത്തെ തോൽപ്പിക്കുന്നു എന്ന ഒരു സിദ്ധാന്തമായിട്ട് ഡഗ്ലസ് ഹോഫ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ കണ്ണുകളിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഒരു അംശം മാത്രം, വിസിബിൾ ലൈറ്റ് എന്ന രീതിയിൽ, നമുക്ക് കാണുന്ന വെളിച്ചം എന്ന രീതിയിൽ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അതുപോലെ നമ്മൾ കേൾക്കുന്നത് ഒരു ചുരുങ്ങിയ റേഞ്ചിൽ നിന്ന് ഉള്ള ശബ്ദങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിലൂടെയും ത്വക്കിലൂടെയും എല്ലാം കിട്ടുന്ന ഇൻപുട്സ് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതിന്റെ ഒരു അംശം മാത്രമാണ്. അത്രയും ഇൻഫർമേഷൻ മതി. ആ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറുക്ക് വഴികൾ പ്രകൃതി കാട്ടിത്തരും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി തരും. ആ ബ്രെയിൻ ഈ ഇൻപുട്സിനെ എല്ലാം സ്വാംശീകരിക്കുമ്പോൾ നമുക്കൊരു കഥ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ഒരു ഫിക്ഷൻ, ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ മെനയുകയാണ്. ഒരു ആരംഭം, അതിൻ്റെ ഒരു മധ്യം, ഒരു ക്ലൈമാക്സ്, എൻഡിങ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മസ്തിഷ്കം നമുക്കൊരു കഥയുണ്ടാക്കി തരും. ഈ പ്രപഞ്ചത്തെ അങ്ങനെ നമ്മൾ അറിയുന്നത് ഒരു കെട്ടുകഥയായിട്ടാണ്. നമ്മുടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യങ്ങളെല്ലാം ലളിതവൽക്കരിച്ച് ഒരു കെട്ടുകഥയായിട്ട്, ഒരു തിരക്കഥയായിട്ട്, രസകരമായിട്ട്, നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ പരുവത്തിലുള്ള ഒരു തിരക്കഥയായിട്ട് മാറ്റിത്തരുന്നു. ആ തിരക്കഥയാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ കെട്ടുകഥകൾ നമ്മളുടെ അതിജീവനം സാധ്യമാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിജീവനത്തിന് നമുക്ക് ആവശ്യം 2-3 ഘടകങ്ങളാണ്. 1 ഭക്ഷണം കണ്ടെത്തുക, 2 സുരക്ഷ കണ്ടെത്തുക, 3 ഇണയെ കണ്ടെത്തുക,
ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. പ്രാചീന ഭാരതീയ തത്വചിന്തയിൽ ആഹാര, നിദ്ര, ഭയാമിഥുന എന്ന് പറയാറുണ്ട്. ആഹാരം, നിദ്ര, ഉറക്കം, സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം, ഉറങ്ങാൻ. ഭയ, ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള കഴിവ്. മിഥുനം, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഇണയെ കണ്ടെത്താൻ ഉള്ള കപ്പാസിറ്റി. ഇത്തരം കാര്യങ്ങളാണ് അതിജീവനത്തിന് വേണ്ടി ആവശ്യം. ഇതിൽ നമുക്ക് ഇണയെ കണ്ടെത്തുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓസ്ട്രേലിയയിൽ ഒരു തരം വണ്ടുകളുണ്ട്, ജുവൽ ബീറ്റിൽസ് എന്ന് പറയുന്ന വണ്ടുകൾ. ഈ വണ്ടുകളിലെ പുരുഷ ഇനം പറന്ന് നടക്കുകയും ഇതിന്റെ സ്ത്രീ ഇനം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന കുറച്ചുകൂടെ സൈസ് കൂടിയ ഒരു വണ്ടാണ്. അപ്പൊ ഇണയെ കണ്ടെത്താൻ പുരുഷ ബീറ്റിൽസ് പറന്ന് നടക്കുമ്പോൾ സ്ത്രീ ബീറ്റിലിനെ മുഴുവനായിട്ടത് ഗ്രഹിച്ച് കണ്ടുപിടിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സമയമെടുക്കും. പെട്ടെന്ന് ഇണയിലേക്ക് എത്താൻ ഒരു ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഇണയുടെ കളറും അതിൻ്റെ പുറത്തുള്ള പാറ്റേണും, ഒരു പ്രത്യേക തരത്തിലുള്ള പാറ്റേണും മാത്രം നോക്കിക്കൊണ്ടാണ് ഇണയെ കണ്ടെത്തുന്നത്. പുരുഷ ബീറ്റിൽസ് ഫീമെയിൽസ് ആയിട്ടുള്ള ബീറ്റിൽസിനെ കണ്ടെത്തുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഓസ്ട്രേലിയയിലെ ഒരു ബിയർ കമ്പനി അതിൻ്റെ ഒരു കുപ്പിയിലെ ലേബല് ഈ ബീറ്റിലിൻ്റെ കളറും അതിൻ്റെ പാറ്റേണുമായിട്ട് സാദൃശ്യമുള്ളതായിട്ട് നിർമ്മിക്കുന്നു. തികച്ചും അറിയാതെ അവർക്ക് പറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾ ഈ ബിയർ ബോട്ടിൽ കുടിക്കുന്നു, അത് ഉപേക്ഷിക്കുന്നു പാർക്കുകളിലും മറ്റും. അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ മെയിൽ വണ്ടുകൾ വന്നിട്ട് ഈ ബിയർ ബോട്ടിലുമായിട്ട് ഇണചേരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരവിടെ കാണുന്നത് ആ ഇണയുടെ കളറും ശരീരത്തിലെ പാറ്റേണും മാത്രമാണ്. അത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇത് ഇണയാണ് എന്ന് കണ്ട് ഈ കുപ്പികളുമായിട്ട് ഇണചേരാൻ ശ്രമിക്കുന്നു. ഇത്തരം ഷോർട്ട് കട്ടുകളെ നമ്മൾ അവലംബിക്കുമ്പോൾ, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ ഷോർട്ട് കട്ടുകൾ ഫെയിൽ ചെയ്യുന്നു, ഇത് തെറ്റിപ്പോകുന്നു എന്നത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല വിശ്വാസങ്ങളുമുണ്ട്, അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഇതെല്ലാം ഈ ഷോർട്ട് കട്ടുകളെ ആധാരമാക്കിയിട്ടാണ്. പലപ്പോഴും അത് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. പക്ഷേ ചിലപ്പോഴതിന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ വിപത്ത് ആയിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ മാറിയേക്കാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിനെ വളരെ എക്സ്ട്രീമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ ഒരു ചിന്തയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു അറിവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് പോകേണ്ടി വരും. ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മൾ ഒരു കെട്ടുകഥയിൽ നിന്ന് മറ്റൊരു കെട്ടുകഥയായി നിന്ന് മറ്റൊരു കെട്ടുകഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നറിയുന്ന ശാസ്ത്രീയ വിഷയങ്ങളെല്ലാം തന്നെ, ന്യൂറോ സയൻസ് ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും എവല്യൂഷണറി തിയറി ആയാലും റിലേറ്റിവിറ്റി തിയറി ആയാലും ബിഗ് ബാങ് മോഡൽ ആയാലും പാർട്ടിക്കൽ ഫിസിക്സിന്റെ സ്റ്റാൻഡേർഡ് മോഡൽ ആയാലും, അങ്ങനെ പല സിദ്ധാന്തങ്ങളും പല നിയമങ്ങളും നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഇതെല്ലാം യൂസ്ഫുൾ ഫിക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കൺവീനിയന്റ് ഫിക്ഷൻസ് ആണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഉപയോഗപ്രദമായിട്ടുള്ള കെട്ടുകഥകൾ. അത്തരം കെട്ടുകഥകളിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ സയന്റിഫിക് തിയറികളെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല. അത് പലപ്പോഴും പൂർണ്ണമായിട്ട് തെറ്റായിരിക്കാം. പക്ഷെ അതിലൊരു പലപ്പോഴും ഒരു ഭാഗികമായിട്ടുള്ള സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നുകിൽ അത് പൂർണ്ണമായിട്ട് തെറ്റ്, അല്ലെങ്കിൽ അത് ഭാഗികമായിട്ടുള്ള ശരി അല്ലെങ്കിൽ തെറ്റ്. അപ്പോൾ സത്യത്തിന്റെ ഒരു അംശം അവിടെ ഉണ്ട്. ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും കടമ ആയിട്ട് കരുതുന്നത്. ഇത്തരം സത്യങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റത്തിനെ അതിജീവിക്കാനും സാധിക്കും ഒരു പരിധി വരെ. അത്തരം സത്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ശാസ്ത്രമായാലും തത്വചിന്തയായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കെട്ടുകഥയിൽ നിന്ന് മറ്റൊരു കെട്ടുകഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെവിടെയെങ്കിലും അവസാനിക്കണം. ആ അവസാനിക്കുന്ന ആ ഒരു പോയിന്റിനെ ആണ് നമ്മൾ സത്യമായി പറയുന്നത്, റിയാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നത്. ആ റിയാലിറ്റിയിലേക്ക് പോവുക എന്നുള്ളത് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ ഒരു കാർട്ടൂൺ ഫിലിം വരികയുണ്ടായി, ഫൈൻഡിങ് നീമോ
എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഫിലിം നിങ്ങളിൽ പലരും കണ്ടിരിക്കാം. അത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിൽ നിന്ന് ഒരു കുട്ടി മത്സ്യം എങ്ങനെയോ വഴിതെറ്റി വലിയ മഹാസമുദ്രത്തിൽ ചെന്നുപെടുന്നു. അങ്ങനെ അതിൻ്റെ പിതാവിൽ നിന്ന് വേർപെട്ടു പോകും. ആ കുട്ടിയെ തേടിക്കൊണ്ട് അച്ഛൻ്റെ ഒരു പ്രയാണമുണ്ട്. നമ്മൾക്കറിയാത്ത വളരെ വിപുലമായിട്ടുള്ള കെട്ടുകഥകളിൽ നിന്ന് അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് പോയി ഈ കുഞ്ഞിനെ കണ്ടെത്തുക, നീമോ എന്ന ആ കുട്ടി മത്സ്യത്തെ കണ്ടെത്തുക എന്നുള്ള യാത്ര. ആ യാത്ര അവസാനിച്ച് വലിയ എക്സ്പീരിയൻസുകൾ, വലിയ അനുഭവങ്ങൾ കൂട്ടിയിട്ട് ഈ കുഞ്ഞും അച്ഛനും തിരിച്ചെത്തുന്നു സുരക്ഷിതമായിട്ടുള്ള താവളത്തിൽ. എന്നിട്ട് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള, കുറച്ചുകൂടെ അറിവുള്ള ഒരു ജീവിതം നയിക്കുന്നു. ഇതാണ് നമ്മളെല്ലാം ഓരോരുത്തരും ജ്ഞാനം അർഹിക്കുന്നതിലൂടെ നേടാൻ ശ്രമിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ലോകത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലോകം, നമ്മൾ കാണുന്ന ഈ കെട്ടുകഥകളുടെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് തേടിപ്പോവുക. ഈ കെട്ടുകഥകൾ നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് പലപ്പോഴും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തും. നമ്മുടെ മുന്നിൽ ഭാരതത്തിന്റെ മഹത്തായിട്ടുള്ള ഭൂപ്രദേശം, വലിയ വിസ്തൃതിയുള്ള ഭൂമിയാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്നു. ഇതിനെ നമുക്ക് ഒരു ചെറിയ പേപ്പർ ഷീറ്റിൽ ഒരു മാപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനെ മാപ്പ് എന്ന് പറയും. ആ മാപ്പ് പ്രതിദാനം ചെയ്യുന്നത് വലിയൊരു ഭൂപ്രകൃതിയാണ്. എന്നാൽ ഈ മാപ്പാണ് ഭാരതം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ അത് പലപ്പോഴും നമ്മളെ ശരിയായിട്ടുള്ള ഒരു അതിജീവനത്തിന് പലപ്പോഴും സഹായിക്കില്ല. പലപ്പോഴും അത് സഹായിക്കും. ഒരു മാപ്പ് നമുക്ക് വഴികാട്ടിയായിട്ട് ഒരു യൂസ്ഫുൾ ടൂളായിട്ട് നിൽക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ ഈ മാപ്പ് വലിയ ഒരു അപകടമായിട്ട് മാറും. അതാണ് കൺവീനിയന്റ് ഫിക്ഷൻസിൽ നിന്ന് നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് അതുമായിട്ട് പെരുമാറുന്നതിൻ്റെ ആവശ്യം. ഏത് സയൻസ് ആയാലും, ഏത് തിയറി ആയാലും, ഏത് പ്രകൃതി നിയമമായാലും അത് പാർഷ്യൽ ട്രൂത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ, പൂർണ്ണമായിട്ട് ആ സത്യത്തെ അറിയാൻ സാധിക്കില്ലായിരിക്കാം. കാരണം നമ്മുടെ ഒരു പരിമിതമായിട്ടുള്ള ബ്രെയിനിന്റെയും മനസ്സിന്റെയും സംവിധാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനപ്പുറം ആ സത്യത്തെ തേടുക, അതിൻ്റെ ഒരു ദിശ എന്താണ് എന്ന ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. ഭാരതീയ തത്വചിന്തയിൽ ഈ ഒരു അവസ്ഥയെ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ കെട്ടുകഥകളെ കുറിച്ചാണ് ഈ തത്വചിന്ത പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്നത് മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതല്ല, ഉള്ളതിനെ ഒരു കെട്ടുകഥയായിട്ട്, ഒരു ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും നമ്മൾക്ക് കാട്ടിത്തരുന്നു. അതുണ്ടാകുന്ന ഇടം, അത് നിൽക്കുന്ന ഈ അറിവുകൾ വരുന്ന ഇടം എന്ന് പറയുന്നത് അത് സത്യമാണ് എന്ന് പറയുന്നു. ആ റിയാലിറ്റിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും അശ്രാന്തമായിട്ടുള്ള പരിശ്രമം.